10 രൂപ 50 പൈസ. 110 രൂപ 50 പൈസ. നീ കൊടു 110 രൂപ 50 പൈസ. അല്ല ആശാൻ കൊടുക്കും. ആശാനെ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാണ് ഫുൾ സ്വിച്ച്. അപ്പൊ ഞങ്ങൾ എന്നാ ഇറങ്ങാം. അപ്പൊ എന്റെ കാശ് കാശല്ലേ ഇരിക്കുന്നത്. സർക്കാർ 5000 രൂപ വില പറഞ്ഞ ഉരുപ്പടിയായത്. കാലത്ത് പിടിച്ചു കൊടുത്ത അപ്പൊ കിട്ടും രൂപ 5000. 110 രൂപ 50 പൈസ ആയിട്ട് 4889 രൂപ 50 പൈസ നാളെ ഞങ്ങൾക്ക് തന്നേക്കണം. തന്നില്ലെങ്കിൽ ഒരനാഥ പ്രേതം പുളിങ്കുന്ന് പുഴയിൽ പൊങ്ങിക്കിടക്കും. അതിനിടയാക്കരുതേ കൊച്ചേട്ട. തൊട്ടാൽ നീ നിന്റെ പിള്ളേരെ ശരിക്ക് തൊഴിൽ പഠിപ്പിക്കുന്നുണ്ടോ? പിന്നെ നല്ലോണം പഠിക്കും. 1.5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ എന്റെ ശിക്ഷ തീരും. പിന്നെ നമ്മൾ ഒരുമിച്ചൊരു മോഷണം നടത്തും. തീർച്ചയായും. മൂപ്പരെ നിനക്ക് ശരിക്കും മനസ്സിലായോ? കുഞ്ഞാലി വരയ്ക്കാറുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടി തകർന്ന് അത്തപ്പാടി ആയിപ്പോയ ഒരു കടൽ കൊള്ളക്കാര കുടുംബത്തിലെ അവസാനത്തെ കണിയാണ് അത്തപ്പാടി അന്ത്രു, എന്റെ ഗുരു. കടലിൽ കൊള്ളയടിക്കാനുള്ള ഉപ്പോ? എടാ കൊച്ചുണ്ണി, ഈ മാതിരി ആൾക്കാരാണ് ശിഷ്യന്മാരാക്കി കൊണ്ടുവരുന്നത്. ഒന്നുണ്ടോ? എടാ മണ്ടന്മാരെ, പണ്ട് കാലത്ത് നമ്മുടെ രാജ്യം വിദേശങ്ങളായിട്ട് വ്യാപാരം എന്ന നടത്തിയിരുന്നു. അത് വിമാനത്തിലോ തീവണ്ടി മാർഗം ആയിരുന്നില്ല, കപ്പൽ മാർഗം, കടൽ മാർഗം. അന്ന് കിണ്ടല് കണക്കിന് സ്വർണ്ണം ഉള്ള അങ്ങട്ട്, വലിയ ഇങ്ങട്ട്, പെട്രോൾ ഉള്ള അങ്ങട്ട്, എണ്ണ ഉള്ള ഇങ്ങട്ട്. ഈ സമയത്ത് എന്റെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായിട്ടുള്ള കടൽ കൊള്ളക്കാർ 1000കണക്കിന് കപ്പലുകൾ ഇവിടെ മുങ്ങിയിട്ടുണ്ട്. ഓ, അന്നങ്ങനെ മുങ്ങിപ്പോയ കപ്പലുകൾക്കാണ് ഇന്ന് മുങ്ങിക്കപ്പൽ എന്ന് പറയുന്നത്. യവന്മാർക്ക് വിവരം വരാൻ എന്തെങ്കിലും ഒരു മാർഗം പഠിപ്പിച്ചു കൊടുക്കണം. കുറച്ച് ദിവസം അവിടെ എന്റെ കൂടെ നിൽക്കണം. ഇപ്പൊ ടൈമില്ല, പലവന്നാണെങ്കിലും ട്രൈ ചെയ്യാം. ഹലോ, കൊച്ചുണ്ണി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് പ്രൊപ്പറേറ്റർ, കോട്ടയം കൊച്ചുണ്ണി സ്പീക്കിംഗ്. രാവിലെ തന്നെ തള്ളക്ക് വിളിക്കാറും. തന്റെ പന്ന പറട്ട ലൊക്കട വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ഒരു പിച്ചക്കാരനും വാങ്ങിക്കില്ല. തന്റെ വണ്ടിയെ റോഡ് കണ്ട ഓക്കാനി. പെട്രോളിന് വില കൂടിയപ്പോ പാമോയിൽ ഒഴിച്ച് വണ്ടി ഓടിച്ചവനല്ലോ താൻ. തെണ്ടി, നിന്റെ വണ്ടി വല്ല സിനിമാക്കാർക്കും കൊണ്ടുപോടും. അവര് വല്ല നായകനെയോ വില്ലിനെയോ ഇരുത്തി കൊക്കയിൽ തള്ളിക്കൊടും, അല്ലെങ്കിൽ അമട്ട് വെച്ച് പൊട്ടിച്ചോളും. വണ്ടി വിൽക്കലല്ല, റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് എന്റെ ജോലി. തന്റെ വണ്ടി ഈ കൊച്ചുണ്ണിയുടെ വർക്ക്ഷോപ്പിൽ റിപ്പയർ ചെയ്യുന്നില്ല. പ്രാട് വേല എന്നോട് കളിക്കരുത്. സ്ഥലം മെനക്കെടുത്താതെ താൻ വേഗം വണ്ടി എടുത്തോണ്ട് പൊക്കോ. ഇവിടെ ബെൻസ്, ടയോട്ട, ഇസൂസു ഒക്കെ ക്യൂ നിൽക്കുക. മനസ്സിലായോ? ഇങ്ങോട്ട് വരാ. തരാന്നോ? എടാ കൊച്ചുണ്ണി, തനിക്ക് ഈടായിട്ട് കുറെ കൂടുതലുണ്ട് കേട്ടോ. കൊച്ചുണ്ണി മുതലാളി വിളിയടാ. മുതലാളി മുതലാളി തൊഴിലാളി തൊഴിലാളിയാണ്. താൻ കുറെ ദിവസമല്ല വണ്ടി ചരച്ചോണ്ടിരിക്കുന്നു. ഒരു പണി നടക്കുന്നില്ലല്ലോ. ഇക്കണക്കിന് ഞാൻ തന്നെ പിരിച്ചുവിടുന്ന ലക്ഷണമാണ്. എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. വേഗം ജോലി ചെയ്യണം. ഫുഡ് മറുത്തോട് ഉള്ള വാങ്ങുന്നു, ചെന്നി മറുത്തോട് കാശ് വാങ്ങുന്നു. കാരണന്മാരൊക്കെ വളരെ ശരിയാ. ഇവന്റെ ഒക്കെ കൂടെ ചേർത്താൻ നിൽക്കൽ എന്നെ ചവിട്ടാൻ ആളില്ലാതിരിക്കാൻ. തൊഴിലാളികൾ തൊട്ട് കളിച്ചാൽ അക്കൽ വീക്കൽ കൊച്ചുണ്ണി മുതലാളി. അതൊക്കെ പണ്ട്. ഈ കോട്ടയം കൊച്ചുണ്ണിയുടെ വർക്ക്ഷോപ്പ് മുതലാളിത്തവൻ നടക്കും. അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നവരുടെ എല്ലാ അനുഭവം ഇതായിരിക്കും. എന്നോടും കൂടെയൊക്കെ ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ ഗുരുശാപം വാങ്ങി തട്ടിപ്പോണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഇത് ഞാൻ തന്നെ തട്ടിപ്പോയതേ. നേര് വായനാണാവോ കളി എന്തേ? ഈ കഴുതക്കുട്ടി കൊച്ചുണ്ണിയെ തന്നെ. അശാനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 3500 രൂപ വേണം. 3500 രൂപ അല്ലേ? അതെ, കടമായിട്ട് മതി. എന്റെ കയ്യില് ധാരാളം പണമാണ്. അത് ഞാൻ നിനക്ക് കടമായിട്ട് തരില്ല. നാട്ടുകാരെ തീറ്റിക്കാൻ അല്ലോടോ കുഷ്ഠരോഗി വെണ്ണ എടുത്തിരിക്കണം. അത് അയൊക്കെ വെണ്ണ തിന്നാനാ. ഞാൻ എന്തുറപ്പുമേ നിനക്ക് കാശ് തരും? നീ അതെങ്ങനെ എനിക്ക് മടക്കി തരും? ആശാൻ അങ്ങനെ പറയരുത്. അമ്മയെ ഡിസ്ചാർജ് ചെയ്തിട്ട് വേണം എനിക്ക് തിരിച്ച് ജയിലിലോട്ട് പോകാൻ. 1 കൊല്ലം കൂടിയേ ജയിലുള്ളൂ.
തിരിച്ചു വന്നാൽ ഞാൻ തരും. തിരിച്ചു വരുമ്പോ നീ എങ്ങനെ എനിക്ക് തരും? നീ ജയിലിൽ നിന്നല്ലേ വരുന്നത്, ഗൾഫിൽ നിന്നല്ലല്ലോ. അല്ല സാറേ, തിരിച്ചു വന്നാൽ ഞാൻ ജോലി എടുത്തു തരും. ജോലിയെ എന്ത് ജോലി? 3500 രൂപ മോട്ടിക്കാൻ പറ്റിയ വീടൊന്നും നിന്റെ ഗ്രാമത്തിൽ ഇല്ലല്ലോ. അത് ഞാനൊരു വീട് കണ്ടു വെച്ചിട്ടുണ്ട്. അതേത് വീട്? ആശാന്റെ വീട് വെച്ചാണോ? കളിച്ച് കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ എന്തോ. എനിക്കിത് വേണം ആശാൻ. പോലീസുകാർ ഒലക്ക കൊണ്ട് ഉരുട്ടിയപ്പോഴും, നഖങ്ങൾക്കിടയിൽ മുട്ടുസൂചി അടിച്ചു കയറ്റിയപ്പോഴും, ഈർക്കിൽ കുത്തി കയറ്റിയപ്പോഴും ഞാൻ ആശാന്മാരെ ഒത്തിയില്ല. എന്തുകൊണ്ട്? ഞാനൊരു വാക്ക് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ പല മുൻ കള്ളന്മാർക്കും ഈ സ്വത്തും വർഷാപ്പും കാശും ഒന്നും ഉണ്ടാവായിരുന്നില്ല. ഗോതമ്പുണ്ട നിന്ന് അവിടെ തന്നെ കിടക്കേണ്ടി വന്നേനെ. ഞാൻ വിചാരിച്ചാൽ ഇനിയും അതൊക്കെ നടക്കും. ആശാനെ, ഞാൻ ആശാനെ ഒറ്റു. വീണ്ടും കാണാം. ഇതിനകത്തല്ല, സെൻട്രൽ ജയിൽ വെച്ച്. ഗുഡ് ബൈ. എന്റെ പൊന്നു പോലെ പിണങ്ങി പോവാണോ? ഞാനൊരു കളിതമാശ പറഞ്ഞല്ലേ. സ്വന്തം ശിഷ്യന്റെ അമ്മയ്ക്ക് ആശുപത്രി കൊടുക്കാൻ 3500 രൂപ തരാത്ത ഒരു ക്രൂരനാണ് ഞാൻ. നീ വിചാരിച്ചോടാ? താനൊരു വിചാരിച്ചോടോ? ആ സത്യം. അത് എന്റെ വിവരക്കേടുണ്ടോ? പോയി വെള്ളം ചൂടാതെ നോക്കണോ? ആ എന്റെ പരോള താൻ കഴിയുന്നത് തിങ്കളാഴ്ച, അതായത് മൺഡേ. MONDA വഴി. ആ ഈ വണ്ടി എങ്ങനെയുണ്ട്? കൊള്ളാം, അടിച്ചു മാറ്റണം. എന്റെ തിണ്ണേ കിടക്കുന്ന വണ്ടി ഞാൻ നിന്നെ കൊണ്ട് അടിച്ചു മാറ്റിപ്പിക്കും. ഇത് മദ്രാസ് ഒരാളുടെ. ഇത് അവിടെ എത്തിച്ചാൽ നിനക്ക് 5000 രൂപ. വളരെ സന്തോഷം ആശാൻ. എന്നാ ഇപ്പൊ തന്നെ പുറപ്പെടാം. ആ ഇത് അലുവ പോലുള്ള വണ്ടിയാണ്, സിംഗിൾ ഓൺ. നീ അത് കണ്ടാലുള്ള സാറ്റ് എന്താ ആശാൻ, എന്നെ വിശ്വാസമില്ല? ഇല്ല, തീരെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് പുറപ്പെട്ടാൽ നേരെ മദ്രാസ്. ഇവിടുന്ന് പുറപ്പെട്ട